അഖിലേ, അമ്മ അമ്മ വേണ്ട. അഖിലേ വേണ്ട. ഏട്ടത്തി, അമ്മേ വേണ്ട, വേണ്ട അമ്മേ. അഖിലേ, നീ എന്തായി കാണിക്കുന്നത്? വേണ്ട. അയ്യോ ചേച്ചി വേണ്ട. അഖിലേ പ്ലീസ്, ലോഡ് ചെയ്ത് തോക്കാണ്. ആരും തടുക്കാൻ വരണ്ട. ഇത് അഭിമാനത്തിനും വാശിക്കുമിടയിൽ അമ്മയും മകനും തമ്മിലുള്ള അഗ്നിപരീക്ഷണം. എത്ര പറഞ്ഞാലും കേൾക്കാത്ത താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് വാശി പിടിക്കുന്ന ഇവൻ കാണിക്കുന്ന നെറികേടുകളാണ് തെറ്റെങ്കിൽ ഒരു ബുള്ളറ്റ് ഇവന്റെ ജീവൻ എടുക്കണം. അതല്ല, കുടുംബത്തിന്റെ ഐശ്വര്യവും അന്തസ്സും അഭിമാനവുമാണ് എല്ലാത്തിലും വലുതെന്ന് വിശ്വസിക്കുന്ന ഈ അമ്മയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഈ തോക്കിലെ ബുള്ളറ്റ് എന്റെ തലച്ചോറ് ചിതറിച്ചാലും മതി. നിന്നെ പോലൊരു പിഴച്ച ജന്മത്തെ ചുമന്ന് പ്രസവിച്ചതിന് ഞാനാ ഇപ്പം മരിക്കാൻ പോകുന്നത്. അമ്മേ വേണ്ട. അമ്മേ വേണ്ട. അമ്മേ പ്ലീസ്. അമ്മേ പ്ലീസ്. അമ്മേ വേണ്ട. അമ്മേ പ്ലീസ്. അഖിലേ ഏട്ടത്തി. വേണ്ട, ഇത് തോക്കാണ്. ഡേഞ്ചറസ്. ഏട്ടത്തി പ്ലീസ്. അമ്മേ അമ്മേ പ്ലീസ്, തോക്കൊന്ന് മാറ്റ്. ഞാനാ പറയുന്നത്. അഖിലേ അരുത്. അഖിലേ, എല്ലാത്തിനും പരിഹാരമുണ്ട് നമുക്ക്. ആ നീ വെറുതെ. ശരി, കുടുംബത്തിൽ ഇത്രയും പേർക്ക് ഞാൻ മരിക്കണ്ടെങ്കിൽ ഇനി ആ ചാൻസ് നിനക്കുള്ളതാ. കമോൺ, ഇത് എന്റെ തീരുമാനോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ തീരുമാനം. ഈ തോക്കുകൊണ്ട് നീ സ്വയം വെടിവെച്ച് മരിക്കണം. ആത്മഹത്യ. തോക്ക് പിടിക്ക. പിടിക്കാൻ. എനിക്ക് പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല. അമ്മ, എനിക്ക് ജീവിക്കണം. മരിക്കാൻ പേടി എനിക്ക്. ജീവിതത്തെക്കാൾ വലുതാണ് അഭിമാനം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാറില്ല. പക്ഷെ ജീവൻ അത് വലുതാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്നോട് ക്ഷമിക്കാമ. എല്ലാം എന്റെ തെറ്റ. ഞാനിവിടെ നിൽക്കുമ്പോഴാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഇന്ന് തന്നെ ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. ഞാൻ പോയി തരാം. ഇന്നിവിടെ ഈ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങാം.
അരവിന്ദേ അരവിന്ദേ നിക്ക്. വേണ്ട. അവൻ പോകുന്നത് തന്നെയാ നല്ലത് എല്ലാവർക്കും. ഏട്ടാ അരവിന്ദ്, വക്കീലെ, മാഡം. ജീവനേക്കാളേറെ അഭിമാനത്തിന് വില നൽകുന്ന തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി നേരത്തെ നിശ്ചയിച്ച പ്രകാരം സ്വത്ത് ഭാഗം വയ്ക്കുക. പക്ഷെ ഒരു മാറ്റമുണ്ടിനി. അരവിന്ദിന്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്ന 35% സ്വത്ത് എന്റെ മാനം കാക്കാൻ എല്ലാം ത്യജിച്ചു വന്ന നന്ദനയുടെ പേരിൽ എഴുതി കൊടുക്കണം. മാത്രമല്ല, ഇന്നലെ ആർക്കും എഴുതി നൽകാതെ മാറ്റിവെച്ചിരുന്ന 20% സ്വത്ത് അതും കൂടി എഴുതേണ്ടത് ഈ നന്ദനയുടെ പേർക്ക്. അയ്യോ, ആകെ സ്വത്തിന്റെ 55% ഈ നന്ദനയുടെ പേർക്കോ? അത് വേണോ മാഡം? ഈ കുട്ടിക്ക് ഈ നിമിഷം വരെ ഈ കുടുംബവുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥിതിക്ക് വക്കീല് പറയുന്ന പണി ചെയ്താൽ മതി. ഉപദേശമൊക്കെ കോടതിയിൽ വരുന്ന കക്ഷികൾക്ക് കൊടുക്കാം. സോറി മാഡം. ചേച്ചി ചേച്ചി എന്തൊക്കെയായി കാണിക്കുന്നത്? സ്വത്തിന്റെ മുതൽ പങ്ക് ഈ വിവരദോഷി പെണ്ണിന് വെറുതെ അങ്ങ് എഴുതി കൊടുക്കാനോ? വിലാസിനെ, തൃച്ചംബരത്ത് ഒരു അഖിലാണ്ടേശ്വരി മതി. എന്താ കൃഷ്ണേട്ടാ, ഞാൻ എന്റെ തീരുമാനം മാറ്റണോ? വേണ്ട. യുവർ ഡിസിഷൻ ഈസ് ഓൾവേസ് റൈറ്റ്. നന്ദന മഹേശ്വരി ഇരിക്കെ. ദയവ് ചെയ്ത് എന്നെ ഇനി ഉപദ്രവിക്കരുത്. എന്നെ വെറുതെ വിട്. അതിന് എന്നെ ബലിയാടാക്കണോ? നിങ്ങൾ പണക്കാർക്ക് മാത്രമല്ല, ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്കും അന്തസ്സും അഭിമാനം ഉണ്ടെന്ന് അനിയും കുഞ്ഞും മറന്നു. അതോർക്കുമ്പോ ഇതിനകം തന്നെ എല്ലാം അവസാനിപ്പിക്കേണ്ടതാ കല്യാണി. കുഞ്ഞേ, കുഞ്ഞേ, ഇത് തരാൻ പറഞ്ഞു. കല്യാണി. കല്യാണി? എന്നിട്ട് അവളവിടെ?
അറിയില്ല. കുറെ മുമ്പ് ഈ കത്ത് ഏൽപ്പിച്ചിട്ട് പുറത്തുപോയി. എവിടേക്കെന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞുമില്ല. സാധാരണ എവിടെ പോയാലും പറഞ്ഞിട്ട് പോകുന്നതാ. മുഖത്തെ സങ്കടം കണ്ടപ്പോ ചോദിക്കാനും തോന്നിയില്ല. ശരി, ചേച്ചി പോയിക്കോ. ഉം. അനിയും കുഞ്ഞിന് ഞാൻ കാരണം എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അറിഞ്ഞോ അറിയാതെയോ നിശ്ചയം മുടങ്ങിയതിന് ഞാനും ഒരു കാരണക്കാരിയാ. അന്ന് തുടങ്ങിയ പ്രശ്നമോ. അതിന് ഒരു പരിഹാരമേ ഉള്ളൂ. നന്ദനമ്മയുടെ അനിയും കുഞ്ഞും തമ്മിലുള്ള ഈ നിശ്ചയം നടക്കണം. അതിന് ഞാനൊരു തടസ്സമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആരോട് യാത്ര പോലും പറയാതെ ഞാൻ പോകുന്നു. ഈ കത്ത് അനിയും കുഞ്ഞിന്റെ കൈ കിട്ടുമ്പോ ഞാനിവിടെ ഉണ്ടാവില്ല. ഇന്ന് ഇവിടെ നന്ദന മേഡം വരില്ലെന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. ഇന്ന് അനിയും കുഞ്ഞ് ഈ നിശ്ചയത്തിന് സമ്മതം പറഞ്ഞാലേ ഒരു പക്ഷേ എന്തെങ്കിലും ഞാൻ ഇങ്ങോട്ടേക്ക് മടങ്ങി വരൂ. മറിച്ചാണെങ്കിൽ പിന്നെ ഈ കല്യാണി ഈ ഭൂലോകത്ത് ജീവനോടെ കാണില്ല. ഇവളിതെവിടെയാ പോന്നെ? മോളെ, മോളെ, അയ്യോ, ആരെങ്കിലും ആ വണ്ടി നമ്പർ നോട്ട് ചെയ്യും. മോളെ, 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 കല്യാണി, മോളെ, കുറച്ച് വെള്ളം കൊണ്ടുവാ. കല്യാണി, പെട്ടെന്ന് ആരെയും കുറച്ച് വെള്ളം കൊണ്ടുവാ. കല്യാണി, കല്യാണി, ചോര വരുന്നുണ്ടല്ലോ. വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. കല്യാണി, വേഗം ഒരു വണ്ടി പിടിക്ക്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസ് വിളിക്ക്. കല്യാണി. പിടിക്ക്, വേഗം. മാഡം, മാഡം പറഞ്ഞതുപോലെ അരവിന്ദൻ എഴുതി വെച്ച 35% ഷെയറും ബാക്കി ഉണ്ടായിരുന്ന 20% ഷെയറും ചേർത്ത് 55% ഷെയർ നന്ദന മാഡത്തിന്റെ പേരിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ നന്ദന മാഡം ഇതിലൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. അഖില മാഡം, എല്ലാവരും ഇത്ര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു തീരുമാനം എനിക്കെന്തോ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതെ, ആ പറഞ്ഞതാ ശരി. ഇത്രയും ടെൻഷനായി നിൽക്കുന്ന സമയത്ത് പ്രമാണം ചെയ്യാന്നൊക്കെ പറഞ്ഞാ ഇപ്പൊ വേണ്ട ചേച്ചി.
ഇല്ല ആന്റി, ഞാനിതിൽ സൈൻ ചെയ്യില്ല. ഇവിടുത്തെ മരുമകളാകാതെ ഇവിടുത്തെ സ്വത്തിന് അവകാശിയാവാന്ന് പറഞ്ഞാൽ ജനം നാളെ പുച്ഛിച്ചു ചിരിക്കും. ഈ സ്വത്ത് വകകളൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല ആന്റി. ഞാൻ ആഗ്രഹിച്ചത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ആന്റിയുടെ മരുമകളാകാനാ. അത് സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. അത് ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവും, ചാകുന്നത് വരെ. നന്ദന, നീ എന്റെ മരുമകളല്ലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ നിന്നെ മരുമകളാക്കാൻ ആഗ്രഹിച്ച നിമിഷം മുതൽ നീ എന്റെ മരുമകൾ തന്നെയാ. അതിനിടയ്ക്ക് എന്തും സംഭവിച്ചോട്ടെ, ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മനസ്സിൽ മരുമകളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണില്ല. മകൻ പിഴച്ചുപോയതുകൊണ്ട് സ്വത്ത് മരുമകളുടെ പേരിൽ തരുന്നു എന്ന് വിചാരിച്ചാ മതി. അതുമല്ലെങ്കിൽ ഇതൊരു നഷ്ടപരിഹാരമായി കരുതിക്കൂ. വേണ്ടത് പറയാതെ സൈൻ ചെയ്യുമോളെ. നീ ഇത് വാങ്ങിയാലേ എന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. പ്ലീസ് സൈൻ ഇട് നന്ദന. ചേച്ചി, അത് വേറൊന്നുമല്ല ചേച്ചി. ഇത്രയൊക്കെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ട് ആനന്ദിന് സ്വത്തിന്റെ 45% ഒരു ബന്ധവും ഇല്ലാത്ത നന്ദനയ്ക്ക് 55% എഴുതി വെക്കുമ്പോ ആനന്ദിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാകുമെന്നായി എനിക്ക് സംശയം. ഇളയമേ, എനിക്ക് ഒരു വിഷമവുമില്ല. അമ്മ എടുക്കുന്ന ഏത് തീരുമാനവും ഞാൻ എന്നും സന്തോഷത്തോടെ അംഗീകരിക്കും. ആ, ഒപ്പിട് നന്ദന. നന്ദനെ, ഒന്നും രണ്ടും അല്ല, കോടികളുടെ സ്വത്താ. ഒപ്പിടും മോളെ. നോക്കിക്കൊണ്ട് നിക്കുന്നുണ്ടില്ലേ. ഒരു മിനിറ്റ്. അമ്മ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരുപാട് ആലോചിച്ചു. എനിക്ക് നിങ്ങളെ വിട്ട് എവിടെയും പോകാൻ പറ്റില്ല. കുടുംബമാണ് എനിക്ക് വലുത്. അത് തകരാതിരിക്കാൻ നന്ദനെ കല്യാണം കഴിക്കണേ അതിനും ഞാൻ തയ്യാറാണ്. മിനിറ്റിന് തീരുമാനം മാറ്റി മാറ്റി പറയുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കും? കുറച്ചു മുമ്പ് നന്ദനെ കല്യാണം കഴിക്കാൻ ആവില്ലെന്ന് പറഞ്ഞു സ്വയം വെടിവെച്ച് ചാകാം വരെ ഒരുങ്ങി ഇറങ്ങിയവര് ഇപ്പൊ എവിടുന്ന് വന്നു ഈ മനമാറ്റം? ആദ്യം നിന്റെ ഈ മാറ്റത്തിന്റെ കാരണം അറിയണം ഞങ്ങൾക്ക്. എന്നിട്ട് മതി മറ്റു കാര്യങ്ങൾ. ഇതിലുണ്ടല്ല.
അമ്മ എന്തു പറ്റി? ഇതാരുടെ കത്ത? എന്തു പറ്റി? എന്താ കത്തില്? അത് അരവിന്ദ് നന്ദനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് കല്യാണി എഴുതിയ കത്ത. കത്തെഴുതി വെച്ചിട്ട് കല്യാണി അങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു.